ഇലോൺ മസ്ക് വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ നട്ടലായിട്ടുള്ള ഇലോൺ മസ്ക്, അതായത് ഡൊണാൾഡ് ട്രംപ് പോലും ഇലോൺ മസ്കിനെ തന്റെ മിനിസ്ട്രിയിൽ എടുത്തിട്ടുണ്ട്. ആ ഇലോൺ മസ്ക് ഇപ്പോൾ വലിയ പ്രതിസന്ധി നേരിടുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചാറ്റ് GPT എന്ന് പറയുന്ന ഇലോൺ മസ്കിന്റെ AI സംവിധാനം അത് ചൈന ഡീപ് സീക്കായി പുറത്തിറക്കിയത് മുതൽ ഇലോൺ മസ്ക് ഡൗൺ ആണ് എന്നാണ് പല മാധ്യമങ്ങളും സൂചിപ്പിക്കുന്നത്. ഇപ്പോഴിതാ ഇലോൺ മസ്കിന്റെ കോൺഫിഡൻസ് ഒന്നുകൂടെ ഇടിച്ചു താഴ്ത്തിക്കൊണ്ട് 2025 ജനുവരി മാസം മാത്രം 120 സ്റ്റാർലിങ്ക് സാറ്റലൈറ്റുകളാണ് മൂക്കും കുത്തി വീണത് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഭൗമാന്തരീക്ഷത്തിലേക്ക് ഇവ തിരിച്ചെത്തി അത് വൻ ശബ്ദത്തോടുകൂടി പൊട്ടിത്തെറിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ഇതിൽ ശാസ്ത്രജ്ഞരും പരിസ്ഥിതി പ്രവർത്തകരും വലിയ രീതിയിൽ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അമേരിക്കൻ ശതകോടീശ്വരൻ ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സ് എന്ന് പറയുന്ന കമ്പനി സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച് റെക്കോർഡുകൾ തീർത്ത ഒരു കമ്പനിയാണ്. ഓരോ ദിനവും ഇവ റെക്കോർഡുകൾ തകർത്തുകൊണ്ടുമിരിക്കുകയാണ്. എന്നാൽ അതിനിടയിലാണ് ലോകമെങ്ങും ഉപഗ്രഹ ഇന്റർനെറ്റ് എത്തിക്കാൻ ലക്ഷ്യമിട്ട് സ്റ്റാർ സാറ്റലൈറ്റുകളുടെ നെറ്റ്വർക്ക് അവർക്ക് വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നത്. എന്തായാലും വലിയ അന്തരീക്ഷ മലിനീകരണമാണ് അമേരിക്കയിൽ ഇത് കാരണം ഉണ്ടാകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃത്രിമ ഉപഗ്രഹങ്ങൾ അവ തിരിച്ചെത്തി പൊട്ടിത്തെറിക്കുമ്പോൾ അതിന്റെ ലോഹ പടലങ്ങൾ അത് അന്തരീക്ഷത്തിൽ പടർന്നു പിടിച്ച് വലിയ രീതിയിലുള്ള അപകടം അമേരിക്ക വലിയ രീതിയിൽ ജാഗ്രത ഇതിൽ പുലർത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ജനുവരി മാസത്തിൽ മാത്രം പൊട്ടിത്തെറിച്ചത് 120 സാറ്റലൈറ്റുകളാണ്. ഒരു ദിവസം 4-5 സാറ്റലൈറ്റുകൾ ഭൗമാന്തരീക്ഷത്തിലെത്തി കത്തി അമരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് ആസ്ട്രോളജിസ്റ്റ് ആയിട്ടുള്ള ജൊനാഥൻ മാക്ഡൊവൽ പറയുന്നത്. ആദ്യ തലമുറ സ്റ്റാർലിങ്ക് സാറ്റലൈറ്റുകളിൽ 500ഓളം എണ്ണത്തിന്റെ കാലാവധി കഴിഞ്ഞ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്നിരുന്നാലും ഈ കാലാവധി കഴിഞ്ഞ സാറ്റലൈറ്റ് തിരികെ എത്തി പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യമില്ല. ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ആർട്ടിഫിഷ്യൽ ഉപഗ്രഹങ്ങൾ അയച്ച് ഇത് റീപ്ലേസ് ചെയ്യുകയാണ് സാധാരണ സ്റ്റാർലിങ്ക്സ് ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ ആ പരിപാടിയും പ്രതിസന്ധിയിലായിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. ഓരോ 5 വർഷം കൂടുമ്പോഴും ഇലോൺ മസ്ക് സ്പേസ് എക്സിന്റെ മുഖം മിനുക്കുന്നുണ്ട്. അവിടെയുള്ള ശാസ്ത്രജ്ഞർ സ്പേസ് എക്സിന്റെ മുഖം മിനുക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇതുപ്രകാരം ഭൗമാന്തരീക്ഷ സാറ്റലൈറ്റുകളുടെ റീ എൻട്രി മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമാണെങ്കിലും പാരിസ്ഥിതിക പ്രഖ്യാതം വലിയ ചോദ്യമുയർത്തുകയാണ് എന്നും മനസ്സിലാവുന്നു. ഉപഗ്രഹങ്ങളുടെ ശിഥിലീകരണം അന്തരീക്ഷത്തിലേക്ക് ലോഹപടലങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പടർത്തുന്നു. ഉപഗ്രഹങ്ങൾ തീപിടിക്കുമ്പോഴുണ്ടാകുന്ന അലുമിനിയം ഓക്സൈഡ് ഓസോൺ പാളിക്ക് വരെ വെല്ലുവിളിയാണെന്നാണ് നിലവിൽ ശാസ്ത്രജ്ഞർ പറയുന്നത്. അന്തരീക്ഷത്തിൽ ഈ ഓക്സൈഡിന്റെ അളവ് 2016 2022 ഇടയിൽ 8 മടങ്ങ് വർദ്ധിച്ചതായാണ് ഇപ്പോഴത്തെ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ശാസ്ത്രജ്ഞർക്കും പരിസ്ഥിതി പ്രവർത്തകർക്കും ഇടയിൽ ആശങ്കയുണ്ടെങ്കിലും കാലാവധി കഴിഞ്ഞ സാറ്റലൈറ്റുകളെ അഗ്നിഗോളങ്ങളായി മാറുന്നത് എങ്ങനെ തടയും എന്നാണ് ഇവർ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ സ്പേസ് എക്സിന്റെ മറുപടി വന്നു കഴിഞ്ഞു. സ്പേസ് എക്സ് പറയുന്നത് ഇത് ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഞങ്ങൾ ഈ പദ്ധതി ഇനിയും തുടരും എന്നാണ് സ്പേസ് എക്സ് പറയുന്നത്. എന്നാൽ വലിയ അമർഷം ഇതിൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. കാലാവധി തീർന്ന ശേഷം അന്തരീക്ഷത്തിൽ ഒരു ബഹിരാകാശ അവശിഷ്ടവും ഞങ്ങൾ ബാക്കി വെക്കില്ല എന്നും കമ്പനി അവകാശപ്പെടുന്നു. എന്നാൽ ഇപ്പോൾ അതുപോലെയല്ല നടക്കുന്നത്. കൃത്രിമ ഉപകരണങ്ങൾക്ക് പുറമെ റോക്കറ്റ് വിക്ഷേപണ അവശിഷ്ടങ്ങളും ആകാശത്ത് വലിയ രീതിയിലുള്ള ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നു. സാധാരണയായി 20ഓ അതിലധികമോ സ്റ്റാർലിങ്ക് കൃത്രിമ ഉപഗ്രഹങ്ങൾ ഒരുമിച്ചാണ് സ്പേസ് എക്സ് വിക്ഷേപിക്കാറുള്ളത്. ലോ എർത്ത് ഓർബിറ്റിൽ 5 വർഷത്തെ ആയുസാണ് ഇവയ്ക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിനുശേഷം ഇവ ഡി ഓർബിറ്റ് ചെയ്യുകയും ഭൗമാന്തരീക്ഷത്തിലേക്ക് റീ എൻട്രി ചെയ്ത് കത്തിയമരുകയും ചെയ്യുന്ന രീതിയിലാണ് ഞങ്ങളിത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ സ്പേസ് എക്സിന്റെ വിശദീകരണം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.